റെസ്പെക്ട് യുവർ ടൈം ലൈക്ക് ഗോൾഡ്. നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് എന്താണ്? പണം, വസ്തു, ബന്ധങ്ങൾ ഇവയെല്ലാം നഷ്ടപ്പെട്ടാൽ വീണ്ടും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ടൈം വൺസ് ലോസ്റ്റ് ഈസ് ഗോൺ ഫോർ എവർ. ടൈം ഈസ് മോർ വാല്യുബിൾ ദാൻ മണി. യു ക്യാൻ ഗെറ്റ് മോർ മണി ബട്ട് യു കാനോട്ട് ഗെറ്റ് മോർ ടൈം. ഞാനൊരു സ്റ്റോറി പറയട്ടെ. നമുക്ക് ഒരു ദിവസം 86,400 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. അത് ഇരട്ടിച്ച് വരികയാണ് ചെയ്യുന്നത് ബാങ്ക് ബാലൻസിൽ. നമുക്കതിങ്ങനെ ഇരട്ടിച്ച് ഓരോ ദിവസം കഴിയുന്തോറും അല്ലെങ്കിൽ മന്തിലേക്ക് ഇങ്ങനെ കൂടി വരും. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിൽ ഓരോരുത്തർക്കും 86,400 സെക്കൻഡ്സ് ദിവസം ലഭിക്കുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഉള്ള ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ സ്ക്രോൾ ചെയ്യാനും ഗോസിപ്പ് ഇറക്കാനും അല്ലെങ്കിൽ കാര്യങ്ങളെ നീട്ടി വെച്ചിട്ട് ഒക്കെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യും. അതാണ് ലൈഫിന്റെ റിഗ്രറ്റിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. വൈ റെസ്പെക്ടിങ് ടൈം മാറ്റേഴ്സ്. ഫസ്റ്റ് വൺ, ഓപ്പർച്യൂണിറ്റീസ് ഡിപ്പെൻഡ് ഓൺ ടൈം. ശരിയായ സമയത്ത് ശരിയായ ആക്ഷൻ എടുക്കുക എന്നുള്ളത്. സെക്കൻഡ് തിങ്, പ്രൊഡക്ടിവിറ്റി ഈസ് ഈക്വൽ ടു ടൈം മാനേജ്മെന്റ്. സമയം വാല്യൂ ചെയ്യാത്തവർക്ക് പ്രൊഡക്ടിവിറ്റി ഇമ്പോസിബിൾ ആണ്. ആൻഡ് തേർഡ് വൺ, ലൈഫ് സാറ്റിസ്ഫാക്ഷൻ. ടൈം വെസ്ലി യൂസ് ചെയ്തവർക്ക് ഗിൽറ്റി കുറയും, പീസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് കൂടുതലായിരിക്കും. ഒരു കോട്സ് പറയാം, ലോസ്റ്റ് ടൈം ഈസ് നെവർ ഫൗണ്ട് അഗെയിൻ. ഹൗ ടു റെസ്പെക്ട് യുവർ ടൈം. നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുറച്ച് ടിപ്സ് ഫോളോ ചെയ്യാൻ നോക്കാം. ചെറിയ സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കാന്നുള്ളതാണ്. ഫസ്റ്റ് തിങ്, പ്രയോറിറ്റൈസ് 3 തിങ്സ് ഡെയിലി. നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ 3 തിങ്സ് നമ്മളതിന് പ്രയോറിറ്റീസ് കൊടുത്തുകൊണ്ട് 3 കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അത് വർക്ക് ചെയ്യുക. നമുക്ക് ടു ഡു ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസത്തിലേക്ക് കൊടുക്കുന്നുണ്ടാവും. ടു ഡു ലിസ്റ്റ് കൊണ്ട് ഒരുപാട് ചേഞ്ചസ് എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ബെറ്റർ ഒരു ക്വാളിറ്റി നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിൽ 3 തിങ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക ഓരോ ദിവസവും. ആൻഡ് സെക്കൻഡ് പ്രാക്ടിക്കൽ ടിപ്പാണ് പറയുന്നത്, അവോയ്ഡ് ടൈം തീവ്സ്. ഗോസിപ്പ് ഇറക്കിയിട്ടും അൺനെസസറി ആയിട്ടുള്ള കോൾസും മീനിങ്ലെസ് ആയിട്ടുള്ള സ്ക്രോളിങ്ങും പിന്നെ നമുക്ക് തന്നെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ബോധപൂർവം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമൊന്നും ആവില്ല, പക്ഷെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, സേ നോ പൊളൈറ്റ്ലി. നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന പല റിക്വസ്റ്റിനും, അതായത് നമ്മൾ ഗോസിപ്പ് ഇറക്കിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർ അതിന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സേ നോ. അത് ജസ്റ്റ് ഒരു റിജക്ഷൻ പോലെ അവർക്ക് ഫീൽ ചെയ്യും. ജസ്റ്റ് ഓക്കെ എന്നുള്ള രീതിയിൽ പോവാം. നമുക്കറിയാം നമ്മളുടെ ഗോൾസിന് വേണ്ടിയിട്ടും നമ്മളുടെ ടൈം പവർഫുൾ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും നമ്മൾ അതിന് നോ പറയാൻ മടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫിന് അതിന് പ്രയോറിറ്റി കുറവായിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾ എപ്പോൾ നോ പറയാൻ ആരംഭിക്കുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരും. സോ കാമായിട്ട് കൂളായിട്ട് നിങ്ങൾക്ക് നോ പറയാവുന്നതാണ്. ആൻഡ് ഫോർത്ത് പ്രാക്ടിക്കൽ ടിപ്പാണ് ഷെഡ്യൂൾ ബ്രേക്സ്. റെസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോൾ നിങ്ങളുടെ ഒരു റെസ്റ്റ് ടൈം നിങ്ങൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ലെന്ന് വരാം, എങ്കിലും അതിനനുസരിച്ച് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നോക്കുക. ഇനി നിങ്ങളുടെ സ്വന്തത്തിനോട് തന്നെ നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, ഏതിലൊക്കെയാണ് എൻ്റെ ടൈം വേസ്റ്റ് ആവുന്നത്, ഗുണം ചെയ്യുന്നുണ്ടോ. അതിനുള്ളൊരു എക്സസൈസാണ് പറയാൻ പോകുന്നത്. ഒരു പേപ്പറും പെന്നും എടുക്കുക, എന്നിട്ട് അതിൽ എഴുതുക, എൻ്റെ സമയം കൂടുതലായി പോകുന്നത് ഏത് കാര്യങ്ങളിൽ എന്നുള്ളത് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വെറുതെ ചുമ്മാ ഇന്ന് ആലോചിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് എഴുതുമ്പോൾ കിട്ടും. അതൊക്കെ എഴുതിയെടുക്കുക. അത് എൻ്റെ ഗോൾസിനും അല്ലെങ്കിൽ എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും എന്നെ സഹായിക്കുന്നുണ്ടോ ഓരോ പ്രവർത്തനങ്ങളും എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇനി ചില കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് എനിക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കാര്യമാണെന്ന് തോന്നിപ്പോകുന്ന കാര്യങ്ങളുണ്ടാവും. അല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഗോൾസിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല സഹായവും അതിൽ നിന്നും കിട്ടാവുന്ന തരത്തിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്
നോക്കിയിട്ട് വീണ്ടും എഴുതിയെടുക്കുക. അതിനെങ്ങനെ മാറ്റി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഫോണിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സ്ക്രോളിങ് നമുക്ക് ഒഴിവാക്കിയിട്ട് ആ ഫോൺ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരുപാട് സ്കില്ല് പഠിക്കാനായിട്ടൊക്കെ പറ്റും. അതിന് അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ ഈ ചെറിയ എക്സസൈസ് നിങ്ങളുടെ ടൈമിനെ ഒരു ഗോൾഡ് പോലെ തന്നെ വാല്യൂ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ പറയട്ടെ. ടൈം ഈസ് ഈക്വൽ ടു ലൈഫ്. ടൈമിനെ വാല്യൂ ചെയ്യുന്നുണ്ട്, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പകരം തന്നെയാണ് നമ്മൾ ലൈഫിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിച്ചാൽ പറ്റും. പക്ഷേ ടൈം എന്നുള്ളത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാര്യം തന്നെയാണ്. റെസ്പെക്റ്റ് യുവർ ടൈം ലൈക്ക് ഗോൾഡ്. സ്പെൻഡ് ഇറ്റ് വൈസ്ലി, ഇൻവെസ്റ്റ് ഇറ്റ് കെയർഫുള്ളി ആൻഡ് ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ചീപ്ലി. സോ ആസ്ക് യുവർ സെൽഫ് ടുഡേ, am I spending my time or am I investing it?